എവരിവൺ, നമുക്കിന്ന് വിശുദ്ധ അന്തോണീസ് പുണ്യാളനെ കുറിച്ച് കൂടുതൽ അറിയാം. പാതുവായിലെ വിശുദ്ധ അന്തോണീസ് നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളിൽ പലരും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ വിശുദ്ധനോട് പ്രാർത്ഥിച്ചിട്ടും ഉണ്ടാവണം, അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവണം, നമുക്കത് തിരിച്ച് കിട്ടിയിട്ടും ഉണ്ടാവണം, ഉറപ്പാണ്. അതിന് പിന്നിലൊരു കഥയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് വിശുദ്ധ അന്തോണീസ് ഒരുപാട് നാളത്തെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഒരു പ്രാർത്ഥനാ പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കയ്യെഴുത്ത് പ്രതി ആരോ ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. ആ സമയം തൊട്ട് പുണ്യാളൻ വളരെ ദുഃഖിതനായിരുന്നു. ഒരുപാട് അധ്വാനിച്ച് പ്രാർത്ഥിച്ച് എഴുതിയ പുസ്തകം ആരോ എടുത്തിട്ട് പോയപ്പം ആർക്കായാലും സങ്കടം വരും അല്ലേ. പുണ്യാളൻ ആ സമയം തൊട്ട് മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് അത്ഭുതം എന്ന് തന്നെ പറയാം, 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മോഷ്ടാവ് കയ്യെഴുത്ത് പ്രതിയുമായി തിരികെ എത്തി നമ്മുടെ പുണ്യാളനെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മോഷ്ടാവ്, ആ വ്യക്തി ഇപ്രകാരം നമ്മുടെ അച്ഛനോട് പറയാണ്, 2 ദിവസമായിട്ട് എൻ്റെ കാതുകളിൽ മോഷ്ടിച്ച കയ്യെഴുത്ത് പ്രതി ആൻ്റണി അച്ഛനെ തിരിച്ചേൽപ്പിക്കുക എന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ കയ്യെഴുത്ത് പ്രതി നമ്മുടെ വിശുദ്ധ അന്തോണീസ് പുണ്യാളന് തിരിച്ച് കിട്ടിയപ്പം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വേദന അനുഭവിച്ചറിഞ്ഞ ഒരു പുണ്യാളനാണത്. അതുകൊണ്ട് ഇതേപോലെ ദുഃഖിക്കുന്നവരെ, അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ആ ദുഃഖം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഓടിയെത്തുന്നു പുണ്യാളൻ. അതാണ് ഇതിന് മുന്നിലെ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പോൾ പുണ്യാളൻ്റെ തിരുസ്വരൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ബുക്ക് പുണ്യാളൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അത് ഈ നഷ്ടപ്പെട്ടു പോയ കയ്യെഴുത്ത് പ്രതിയുടെ പ്രതീകമാണെന്നും പറയുന്നുണ്ട്, അതുപോലെ ബൈബിളാണെന്നും ചിലർ പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.